വെൽക്കം ബാക്ക്. നമ്മളെ ശിങ്കുക്കുട്ടിയായിട്ടുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം വീട്ടുകാരെ നെട്ടിച്ചു, ഇവരെ നെട്ടിച്ചു, എല്ലാവരും നെട്ടിച്ചു. ഇനി നമ്മൾ കണ്ണാപ്പിന്റെ വീട്ടിലേക്കാണ് ഇന്നിപ്പോൾ പോണത്. അപ്പം നമ്മളെ ഡും അപ്പം നമ്മളെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പിന്നെ തൊട്ടപ്പുറത്ത് ആസിഫ് എന്നാണ് പേര്. എൻ്റെ കുടുംബമാണ്, കൂട്ടുകാരനാണ്. അപ്പം ഞാനും പിന്നെ കണ്ണാപ്പിയും ആദ്യം പോയിട്ട് അവിടെ ഇറങ്ങും. അതിനുശേഷം ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ശിങ്കു വരും. ശിങ്കു വന്നിട്ട് ചോദിക്കും ആസിഫിന്റെ വീട് ഏതാണ്, ചോദിക്കണേ ആസിഫിന്റെ വീട് ഏതാന്ന്. അപ്പം ആസിഫിന്റെ വീട് ഏതാന്ന് പറയണം, ചോദിക്കണം. എന്നിട്ട് പറയണം ആസിഫിന്റെ പെണ്ണുങ്ങളെ എന്താണ് കസിനാണ്. അപ്പം ഒരു ചോദിക്കും ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ എന്നുള്ള രീതിയിൽ ഈ മഴയത്ത്. അപ്പൊ ഒരാൾ ഇവിടെ കാറിൽ ഇറക്കി തന്നാണ്. എനിക്ക് അങ്ങോട്ട് പോകാനാണ്. ഇതാ വീട് എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞേ. അപ്പം ഇതല്ല, അപ്പൊ നമ്മളൊരു തൊട്ടപ്പുറത്തെ വീടാണെന്ന് പറയും. അങ്ങനെ ഓരോന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പറ്റിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ കേറി ഇരിക്കാനൊക്കെ പറയും. അവർക്ക് മനസ്സിലാവോ ഇല്ലയോ നോക്കണം. നോക്കാം. ഓക്കെ, ഇതുവരെ ശിങ്കുന് ആകെ 2 വീഡിയോ കോളിലേ കണ്ടിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് ഓഫ്. വീട്ടുകാര് ഇല്ല, പുറത്ത് അപ്പൊ എന്തോരണ്ട അവിടെ വീഡിയോ എടുക്കുക നമ്മള്. ഇന്ന് വ്ളോഗ് ഒന്നും എടുത്തിട്ടില്ല, എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കും. ഞങ്ങള് പറയണ വരെ ശിങ്കു ഇതിന്റെ ഉള്ളിൽ ഇരിക്കണേ. കണ്ണാപ്പിന്റെ ഫോണ് ശിങ്കുനെ കൂടെ. ഇത് മുഹറം നോമ്പായിരുന്നു, അവിടെ നോമ്പ് തുറക്കാൻ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് പായസം, തരിക്കഞ്ഞി, ചായ, കാരക്ക. അവിടെ 2 പേർക്ക് നോമ്പുള്ളൂ, മനസ്സിലായില്ലേ? ഒന്ന് എനിക്കും ഒന്ന് കണ്ണാപ്പിക്കും. നോമ്പില്ല. കണ്ണിന് കാഴ്ച കുറഞ്ഞു. വാപ്പ നല്ല കൗണ്ടർ ആണില്ലേ വല്യപ്പ. പഴം, ഇതിന്റെ പേരറിയില്ല. പഴം, മാംഗോ, പഴംപൊരി. ഓക്കെ, സെറ്റ്. വെറൈറ്റി കടികൾ. പഴംപൊരി ആരുണ്ടാക്കിയ? എളാമാരാ? സോറി എളാമ്മ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ ഇവരെ കുറ്റം പറയും, നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. ഞാൻ ട്രോളുന്നതാണ്. എന്താ കുണ്ടു നമ്മളിതാ ബാങ്ക് എപ്പോഴാണല്ലോടാ കൊടുത്ത്? ഓ, അസർ ബാങ്കിനാ. അസർ ബാങ്കിന് നോമ്പ് തുറന്നിട്ട് എന്താ പക്കോ. ആരാ കണ്ടുപിടിച്ച? ഒറ്റ അടിക്ക് കണ്ടുപിടിച്ച്. ഓക്ക് ഒറ്റ അടിക്ക് മനസ്സിലായി. മനസ്സിലായില്ല. മനസ്സിലായോ? ഞങ്ങളെന്താ വിചാരിച്ച ആർക്കും മനസ്സിലാവൂലെന്ന്. ഇതാണ് എന്റെ പെണ്ണുങ്ങള്. വല്യപ്പാനെ പച്ചപ്പടി. ഇന്നലെ വന്നിക്കണീന്നൊക്കെ അതെങ്ങനെ വല്യപ്പാക്ക് മനസ്സിലായിട്ട് വരിക? ഇരിക്കൂ, ഇതെല്ലാരും പറ്റിക്കണ്ടേ? ശിങ്കു ഒറ്റടിക്ക് ഓളും മനസ്സിലാക്കി കളഞ്ഞ്. എന്നാലും പറയണ്ടായിരുന്നല്ലോ. പിന്നെ ഭാവിക്ക് വരെ ഓളെ മുഖം കണ്ടിട്ട് മനസ്സിലായില്ല. അതേപോലെ തന്നെ അല്ലേ ഗുണ്ടുവിനെ മതി. അടുത്ത ഗുണ്ടു
മന്തി വെച്ചപ്പോഴേ നിന്നെ പറഞ്ഞിട്ടോളൂ ഈ വരുമ്പോ നിനക്ക് സ്പെഷ്യൽ മന്തി വെച്ചിരുന്നു. ആ മന്തി ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ എയർപോർട്ടിൽ പോയി കൂട്ടി. ആ ഞങ്ങള് രാവിലെ അല്ലേ എത്തി. ആ ഇങ്ങക്ക് മനസ്സിലാവൂലേനോ? ഇല്ല ഇല്ല. ആ വന്നിട്ട് ഏത് ഞങ്ങള് പഠിപ്പിച്ച് വിട്ടത് ആദ്യം പിന്നെ പോരെ അതൊക്കെ. ഓ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ. ബാക്കി വന്നതാ നൈസിൽ കൊണ്ടുവന്ന സ്ട്രിപ്സാ ചിക്കൻ. സർപ്രൈസ് വണ്ടിയിൽ വെച്ച് മറന്നുപോയി പറഞ്ഞേ. ആ അത് ചിക്കൻ. ഇതോ ഇത് മോൾട്ടിക്ക് കൊണ്ടുവന്നാ. ഒള്ളി പറഞ്ഞു ഇതിനവിടെയാണോ നിങ്ങൾ സ്റ്റോറേജ് വെച്ചത്? ഓ മൈ ഗോഡ്. ഇതിനാണ് കോഴിക്കോടേക്ക് താക്കോല് ഞങ്ങള് രാവിലെ എത്തി 4 മണിക്ക് 5 മണിക്ക്. ആ ഞങ്ങള് കഴിക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ പെണ്ണുങ്ങള്? സൂപ്പർ. അന്നങ്ങാട്ടി ഉണ്ട് പറയും. അന്നങ്ങാട്ടി രസം. അന്റെ ഡിമാൻഡ് മനസ്സിലായി. ഹോസ്പിറ്റലിൽ ബെഡ് ബുക്ക് ചെയ്താൽ ഞാൻ കഴിക്കൂ. എങ്ങനെയുണ്ട് പയമ്പരി? ഹലോ. കണ്ണാപ്പിന്റെ വീട്ടിലൊരു സർപ്രൈസ് ഒക്കെ കൊടുത്ത് അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം പിന്നെ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ ഉണ്ട്. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഷിങ്കുവിന്. അതൊക്കെ കഴിഞ്ഞ് ഷിങ്കു വീട്ടിലെത്തി. കഴിഞ്ഞിട്ട് 2-3 ദിവസം ഞാൻ 2-3 ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ടാണ് ബാക്കപ്പിൽ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണല്ലേ, കല്യാണം ഇനി ഒരാഴ്ച കൂടി ഉള്ളൂ. ഇന്നിപ്പോൾ ശനിയാഴ്ച, അടുത്ത ഞായറാഴ്ചയാണ് കല്യാണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഞായറാഴ്ച ആയിരിക്കും. അപ്പോൾ അടുത്ത ഞായറാഴ്ചയാണ് കല്യാണം വരുന്നത്. അപ്പം ഇങ്ങനെ പോണു നിൽക്കാതെ കേട്ടോ. പിന്നെ അതിന് ശേഷം പിറ്റത്തെ ഞായറാഴ്ചയാണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം എന്താണ് നമ്മൾ പറയാനുള്ളത്? കല്യാണമായിട്ട് കല്യാണത്തിന് എല്ലാവരും വരിക. കല്യാണത്തിന് കുറേ പേര് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വിളിച്ചിട്ട് നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാർ വിളിച്ചിട്ട് വരും എന്നൊക്കെ പറഞ്ഞേക്കണേ. അപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ഒരു എണ്ണം കിട്ടിയില്ല. എന്നാലും നമ്മളൊരു കുറച്ച് ആൾക്കാർക്കുള്ള ഒരു ഭക്ഷണം കരുതുന്നുണ്ട് അല്ലേ? കുറച്ചധികം അല്ലേ? മഴ ഫ്ലഡ് ആണ് ഇപ്പൊ വയനാട്ടിലൊക്കെ. ഇന്ന് ഇച്ചിരി കുറവുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. വേറെപ്പോ എന്താണ്? അടുത്ത ശനിയാഴ്ച നമ്മൾ ഇവിടുന്ന് കൊടുങ്ങല്ലൂർക്ക് ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് പോകും. രാവിലെ ഇവിടുന്ന് പോകും. പിന്നെ എൻ്റെ വൈകിട്ട് അവിടെ ഹോട്ടലിൽ താമസിക്കും. പിറ്റേ ദിവസം നിക്കാഹ്, അതിനുശേഷം ഇങ്ങോട്ട് വരിക. അതാണ് ഇപ്പോൾ പ്ലാൻ കേട്ടോ. പിറ്റേ ഞായറാഴ്ചയാണ്. പിന്നെ ഉമ്മാക്ക് ഭയങ്കര പരാതി കമന്റ് കണ്ടിട്ട്. അത് ഉമ്മാക്കൊന്നും ശീലല്ല. ഇത് നെഗറ്റീവ് കമന്റ് നെഗറ്റീവ് കമന്റുകൾ കണ്ടിട്ട് ഉമ്മാക്കൊന്നും ശീലല്ല. ഉമ്മാനെ കുറ്റം പറയുന്ന കമന്റുകളൊക്കെ വരുമ്പോൾ ഉമ്മാക്ക് എന്തോ പോലെ. ഞാൻ പറഞ്ഞു, സബൂർ, ഇതൊക്കെ നമ്മൾ പിന്നെ മെയിൻ ചാനൽ യാസിൻ വ്ളോഗ്സ് ഉണ്ടായതുകൊണ്ട് അതിലിപ്പോൾ നമ്മൾ 10,900 വീഡിയോസ് ഇട്ട്. അപ്പം അതിൽ നെഗറ്റീവ് കമൻറ്റ് വരും, ഫേസ്ബുക്കിൽ നെഗറ്റീവ് കമൻറ്റ് വരും. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഉള്ളതാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കരുത്, നെഗറ്റീവായിട്ട് ആൾക്കാർ പറയും. അപ്പം നമുക്കതൊക്കെ
ചെറിയ വിഷമം. എന്നെ കൊണ്ട് അങ്ങനെ പറഞ്ഞോ കുറച്ചൊക്കെ ഞാൻ പിന്നെ ഇവര് വായിക്കുന്നതുകൊണ്ട് ഞാൻ എന്താക്കും, നമുക്ക് കമന്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും എനിക്ക്. അപ്പൊ ഞാൻ എന്താക്കും, മോശം കമന്റ് ഉണ്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കും. ഇവർ കണ്ടിട്ട് ഓർക്കൊരു വിഷമം വേണ്ടല്ലോ. ഞാൻ മാക്സിമം ഒരു അരമണിക്കൂർ കൂടുമ്പോൾ കയറി നോക്കും എന്തെങ്കിലും മോശം കമന്റ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പം നമ്മൾ അതൊക്കെ കാണുമ്പോൾ ഡിലീറ്റ് ആക്കും. മോശം കമന്റ്സ് ഒന്നുമില്ല, നല്ല ഒരു 95% നല്ലതാണ്. ഈ 95 നല്ല കമന്റും നമ്മളെ മനസ്സിലോട്ട് കയറി വരില്ല. നമ്മളോട് മനസ്സിലോട്ട് വരുന്നത് എന്തല്ലോ ആ 5 മോശ കമന്റ് അല്ലേ, അത് പിന്നെ അങ്ങനത്തെ മനസ്സിൽ ചിന്താഗതിയുള്ള ആൾക്കാരെ ഓരങ്ങനെ ഇട്ടോണ്ടേയിരിക്കും. പിന്നെ അത് നോക്കണ്ട. നല്ല ഈ 2 ദിവസമായിട്ട് നല്ല വീഡിയോസ് നല്ല വ്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇനി തീർച്ചയായിട്ടും നിങ്ങളൊരു സപ്പോർട്ടൊക്കെ വേണം. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ 2 ദിവസം കൊണ്ട് 2000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടില്ല പുതിയ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കാണുകയും ചെയ്യുക. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഓളെ വീട്ടിലത്തെ ഇതൊക്കെ ഇടുന്നില്ലേ? പിന്നെ ശിങ്കുവിന്റെ വീട്ടിലത്തെ പരിപാടിൻ്റെതൊക്കെ നമ്മൾ ഒരുവിധം പറ്റുമെങ്കിൽ മറ്റന്നാൾ തൊട്ട് പരിപാടി തുടങ്ങും അവിടെ അല്ലേ? അവിടെ ചൊവ്വാഴ്ച തൊട്ട് പരിപാടി ആയിരിക്കും. ഏത് രംഗോലി, ഹൽദി, അരിക്കുത്ത്, പിന്നെ കല്യാണ തലേന്ന്, പിന്നെ നിക്കാഹ്, ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികളായിരിക്കും. അവർക്ക് ഇനി 2-3 ദിവസമുള്ളൂ പരിപാടികളൊക്കെ തുടങ്ങാൻ. നമുക്ക് 10 ദിവസം ഉണ്ട്. 2 ദിവസം. നമ്മളെ പരിപാടീസൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിക്കാഹ് കഴിഞ്ഞ് വന്നിട്ട് 1-ാം തീയതിയാണ് നമ്മളിവിടുത്തെ ഗ്രൂം ടു ബി ബാച്ചിലർ പാർട്ടി. പിന്നെന്താണ്, വെള്ളിയാഴ്ച ഇവിടുത്തെ രംഗോലി, ശനിയാഴ്ചയാണ് കല്യാണ തലേന്ന് വരുന്നത്, ഞായറാഴ്ച കല്യാണം ആഗസ്റ്റ് 4. മഞ്ഞൾ കല്യാണം അത് പെൺകുട്ടിയാക്കല്ലേ, നമ്മുടെ മഞ്ഞളില്ല. നമുക്ക് മുളക് പൊടി ഇടുന്നാല്. ചന്ദന കല്യാണം ഉണ്ട് തോന്നണേ ആണുങ്ങൾക്ക്. നമ്മൾ ചന്ദനല്ല, പകരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രംഗോലി കളറൊക്കെ തേച്ചിട്ട്. കേട്ടിക്കില്ലേ എല്ലാവർക്കും ലൊക്കേഷൻ ആരെങ്കിലും ഡൗട്ട് വേണ്ട. യാസിൻ ബ്ലോഗ്സ് ഹോം എന്ന് പിന്നെ യൂട്യൂബിൽ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പോരൊക്കെ വരാം. ആര് വന്നാലും നമ്മൾ പിന്നെ 10 കൈ നീട്ടി നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ അപ്പം അത്രയല്ലേ ഉള്ളൂ പറയാനൊക്കെ. എന്റെ റൂമിന്റെ പണി തുടങ്ങിയിട്ട് 1 മാസമായി. ഇപ്പൊ ഒരു 90% അയക്കുന്നു. നാളെയും കൊണ്ട് ഒരു 95 ആവും. അതില് റൂമിന്റെ ഓന്റെ പണി കഴിഞ്ഞാലും വേണം എനിക്ക് അതില് ലൈറ്റ് പിടിപ്പിക്കാനും പിന്നെ ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിക്കാനും ഉണ്ട്. ഇനിയിപ്പോ 1 ആഴ്ച ഉള്ളൂ. അപ്പൊ എല്ലാം പെട്ടെന്ന് ഷടപടേന്ന് തീർക്കണം. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട്